ഗ്ലോബൽ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. വാൾ ഓഫ് വാട്ടർ, ടെക്സസിലെ കെർവില്ലെ വെള്ളപ്പൊക്ക ദുരന്തം. 2025 ജൂലൈ 4 വൈകുന്നേരം ടെക്സസ് ഹിൽ കൺട്രിയിലുടനീളം അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ കുടുംബങ്ങൾ ഒത്തുകൂടി. ഗ്വാഡലൂപ്പ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കെർവില്ലെ എന്ന ചെറിയ നഗരത്തിൽ ആഘോഷത്തിന്റെ ഒരു രാത്രിയായിരിക്കേണ്ടതായിരുന്നത് ഒരു ദുരന്തരാത്രിയായി മാറി. ഇരുട്ട് വീണപ്പോൾ കാണാൻ കഴിയാത്ത മറ്റെന്തോ രൂപം കൊണ്ടു. അത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമായി മാറി. ഒന്ന് രക്ഷപ്പെടുവാൻ പോലും സമയം നൽകാതെ വെള്ളം ഇരച്ചുകയറി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അത്ര വ്യക്തമല്ല എങ്കിലും ഒരു സാധ്യത ഇങ്ങനെയാണ്. ഉഷ്ണമേഖലാ കൊടുങ്കാറ്റായ ബാരിയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവശേഷിച്ച കനത്ത ഈർപ്പം സാവധാനത്തിൽ താഴ്ന്ന മർദ്ദസംവിധാനവുമായി കൂട്ടിയിടിച്ചു. അത് ശക്തമായ മഴയിൽ കലാശിച്ചു. ഒരു സാധാരണ വേനൽക്കാല കൊടുങ്കാറ്റായി ആരംഭിച്ചത് പെട്ടെന്നൊരു വിനാശകരമായ വെള്ളപ്പൊക്കമായി മാറി. പിന്നീട് നടന്നത് ടെക്സാസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന്. അർദ്ധരാത്രിക്ക് തൊട്ടുപിന്നാലെ നദീഗേജുകൾ കുതിച്ചുയരാൻ തുടങ്ങി. ചില പ്രദേശങ്ങളിൽ 3 മണിക്കൂറിനുള്ളിൽ മഴ 10 ഇഞ്ച് കവിഞ്ഞു. സാധാരണയായി ശാന്തവും വളഞ്ഞുപുളഞ്ഞതുമായ ഗ്വാഡലൂപ്പ് നദി സുനാമി തിരകൾ പോലെ ഉയർന്നുപൊങ്ങി. 1 മണിക്കൂറിനുള്ളിൽ അത് ഏകദേശം 30 അടി ഉയർന്നു. അവധിക്കാലം ആഘോഷിക്കാൻ വന്ന ക്യാമ്പർമാർക്കും താമസക്കാർക്കുമൊന്ന് പ്രതികരിക്കാൻ പോലും സമയമില്ലായിരുന്നു. ഒരു ദൃക്സാക്ഷി ഇതിനെ വെള്ളക്കെട്ടിന്റെ മതിൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ക്യാബിനുകളിലൂടെ വെള്ളം ഇരച്ചുകയറി, വാഹനങ്ങൾ നിലത്തുനിന്ന് ഉയർന്ന വെള്ളത്തിലൊഴുകി, കെട്ടിടങ്ങൾ തകർന്നു. മിക്കവരും ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രകൃതിയുടെ ക്രൂരമായ ഒരു തീരുമാനത്തിൽ ഉയർന്നുവന്ന വെള്ളം അനേകം ജീവനുകൾ കവർന്നെടുത്തു. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ. കണക്കുകൾ മുഴുവൻ ലഭ്യമായിട്ടില്ല. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങളിലൊന്നായ ക്യാമ്പ് മിസ്റ്റിക് കെർവില്ലേക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പെൺകുട്ടികൾ മാത്രമുള്ള ഒരു വേനൽക്കാല ക്യാമ്പ് സൈറ്റാണ്. നദിക്കരയിലായിരുന്ന ഈ ക്യാമ്പ് സൈറ്റിൽ വെള്ളം അതിവേഗത്തിൽ വന്നു. ക്യാബിനുകൾ ഒഴുകിപ്പോയി. ഡസൻ കണക്കിന് പിഞ്ചുബലികമാരായ ക്യാമ്പർമാരും കൗൺസിലർമാരും എന്തു ചെയ്യണമെന്നറിയാതെയായി. കെർകൗണ്ടിയിൽ മരിച്ചതായി സ്ഥിരീകരിച്ച 32 പേരിൽ കുറഞ്ഞത് 14 പേരെങ്കിലും കുട്ടികളാണ്. അവരിൽ പലരും ക്യാമ്പ് മിസ്റ്റിക്കിൽ നിന്നുള്ളവരാണ്. ചിലരെ മണിക്കൂറുകൾക്ക് മുമ്പ് അവർ ഉറങ്ങിയിരുന്ന സ്ഥലത്തുനിന്ന് മൈലുകളകലെ താഴെയായി കണ്ടെത്തി. മറ്റുള്ളവരെ ഇപ്പോഴും കാണാനില്ല. പുലർച്ചെയോടെ ദുരന്തത്തിന്റെ വ്യാപ്തി അതീവ ഗുരുതരമായി. അടിയന്തര ദുരന്ത നിവാരണത്തിനായി 800-ലധികം ജീവനക്കാരെ അണിനിരത്തി. രക്ഷാപ്രവർത്തകർ ആകാശത്തിൽ കൂടി ഹെലികോപ്റ്ററുകളിൽ വട്ടമിട്ട് പറന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ കുതിച്ചുയരുന്ന പ്രവാഹങ്ങളിലേക്ക് താഴ്ത്തി ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമത്തിൽ. വെള്ളത്തിനടിയിലായ പ്രദേശങ്ങളിലൂടെ ബോട്ടുകൾ സഞ്ചരിച്ചു. ജീവന്റെ സൂചനകൾക്കായി ഡ്രോണുകൾ ഉപയോഗിച്ച് സ്കാനിംഗ് തുടങ്ങി. 2ാം ദിവസമായപ്പോഴേക്കും 850-ലധികം പേരെ രക്ഷപ്പെടുത്തി. എന്നാൽ പലർക്കും സഹായം വളരെ വൈകിയാണ് ലഭിച്ചത്. ഗവർണർ ഗ്രെഗ് ഗവർണർ അബോട്ട് ദുരന്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഫെഡറൽ ഏജൻസികൾ സഹായിക്കാൻ ഓടിയെത്തി. ഹണ്ട്, സെന്റർ പോയിന്റ്, ഇൻഗ്രാം എന്നിവിടങ്ങളിലെ മുഴുവൻ പ്രദേശങ്ങളും ഒറ്റപ്പെട്ടു. റോഡുകൾ ഒലിച്ചുപോയി, വൈദ്യുതി ലൈനുകൾ തകർന്നു. വെള്ളമിറങ്ങിയപ്പോൾ ദുരന്തത്തിന്റെ പൂർണ്ണവ്യാപ്തി വ്യക്തമായി. സെൻട്രൽ ടെക്സാസിൽ ആകെ 43 പേരെങ്കിലും മരിച്ചു. കെർകൗണ്ടിയിൽ മാത്രം 32 പേർ മരിച്ചു. 37 പേരെ ഇപ്പോഴും കാണാനില്ല. ദശലക്ഷക്കണക്കിനുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. ധരിച്ച വസ്ത്രങ്ങൾ മാത്രം അവശേഷിച്ച 100 കണക്കിന് കുടുംബങ്ങൾ കണ്ണീർ നോവായി. ടെക്സസിലുടനീളം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അപകടത്തിൽപ്പെട്ടവരുടെ ഒരുകൾ ഉറക്കെ വായിച്ചു. അമേരിക്ക മുഴുവനും കണ്ണുനീരിൽ കുതിർന്നു. 2025 കെർവില്ലെ വെള്ളപ്പൊക്കത്തെ ടെക്സസ് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി ഇതിനകം തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് അതിതീവ്രമായ ഈ ദുരന്തം എല്ലാവർക്കും ഒരു ഷോക്കായി. ഇതിന്റെ ഇടയിലും പരസ്പരം ധൈര്യം നൽകാൻ കമ്മ്യൂണിറ്റി മുഴുവൻ ഒന്നിച്ചുവന്നു. അയൽക്കാർ അയൽക്കാരെ സഹായിക്കുന്നു. അപരിചിതർ രക്ഷാപ്രവർത്തകരാകുന്നു. കാണാതെ പോയവരെ വീണ്ടെടുക്കാനുള്ള പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മകളും അതിന്റെ വേദനയും പ്രതീക്ഷയുമൊക്കെയായി ഒരു കൂട്ടം ജനം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു.